കഴിഞ്ഞ ദിവസം ഇറാന്റെ അബ്ബാസ് തുറമുഖത്ത് നടന്ന സ്ഫോടനത്തിന്റെ തീയണയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. മരണസംഖ്യ 18 കവിഞ്ഞിരിക്കുന്നു. 750-ലധികം പേർക്ക് പരിക്ക് പറ്റിയതാണ് വിവരം. ഇപ്പോൾ ഈ സ്ഫോടനത്തെക്കുറിച്ച് ഇറാൻ അധികൃതർ പറയുന്നത് ഇവിടെ ചില രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിച്ചതാണെന്ന്. ഇറാനെ സംബന്ധിച്ച് സാങ്കേതിക തകരാറുകൾ കൊണ്ട് തുറമുഖവും വിമാനത്താവളവും ഒക്കെ പൊട്ടിത്തെറിക്കുന്നതും വ്യവസായശാലകൾ പൊട്ടിത്തെറിക്കുന്നതും പുതിയ വാർത്തയല്ല. പക്ഷേ ഇതിന് ചില സംശയങ്ങളാണ് ഈ ഇസ്രായേലി മാധ്യമങ്ങളും ട്വിറ്റർ ഹാൻഡിലുകളും. ഇസ്രായേൽ ഔദ്യോഗികമായി പറയാൻ തങ്ങൾക്ക് ഇത് പങ്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ജനുവരി മാസത്തോടു കൂടി അവിടേക്ക് സോഡിയം പെർക്ലോറേറ്റ് റോക്കറ്റ് ഇന്ധനം, അതായത് ബാലിസ്റ്റിക് മിസൈലിലും മറ്റും നിറയ്ക്കാനുള്ള ഇന്ധനങ്ങളും സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാനുള്ള രാസപദാർത്ഥങ്ങളും മറ്റുമൊക്കെ നിറച്ച ചൈനയുടെ 2 കപ്പലുകൾ ഈ തുറമുഖത്ത് എത്തിയിരുന്നു. ഇവിടെ നിന്ന് ഇത് ലോഡ് ചെയ്ത് വരികയായിരുന്നു തുറമുഖത്തേക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വിവരം ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്ത വിവരവും ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നു. ഇത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗസയിൽ ഈ ഹമാസ് ഇസ്രായേൽ പോരാട്ടം നടക്കുമ്പോൾ ഇറാനും അതിൻ്റെ ഒരു ഭാഗമാകുകയും ഇസ്രായേലിലേക്ക് അനവധി തവണ മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്തതോടുകൂടി ഇറാൻ്റെ പക്കലുള്ള മിസൈൽ ശേഖരത്തിൽ കുറവ് സംഭവിച്ചിരുന്നു. അതിലേക്ക് നിറയ്ക്കാനുള്ള ഇന്ധനമായിരുന്നു, ഈ രാസവസ്തുക്കളായിരുന്നു ഈ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുവന്നത്. ഈ ഇന്ധനങ്ങൾ സൂക്ഷിച്ചിരുന്ന, ഇല്ലെങ്കിൽ ഈ രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന തുറമുഖം കൂടിയാണിത്. ഒപ്പം തന്നെ ഹൂത്തികൾക്ക് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കയറ്റി അയക്കുന്നതും ഈ തുറമുഖത്തിൽ നിന്നായിരുന്നു. ആ തുറമുഖമാണ് ഇപ്പോൾ സ്ഫോടനത്തിൽ തകർന്നത്. ഇസ്രായേലാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നില്ല എങ്കിൽ പോലും ഇറാൻ അതിൽ വ്യക്തത വരുത്തുന്നില്ല. ഏതായാലും ഇറാൻ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഒരു അന്വേഷണം പൂർത്തിയായെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതൊരു വലിയ ഞെട്ടൽ തന്നെയാണ് ഉളവാക്കിയിരിക്കുന്നത്. പൊട്ടിയത് ഇറാനിലാണെങ്കിലും ഞെട്ടൽ പാകിസ്ഥാനാണ്. അതിന് കാരണം ഈ ഒരു യുദ്ധം ഇന്ത്യയുമായി ഉണ്ടാവുകയാണ് എങ്കിൽ കറാച്ചി തുറമുഖം പൂർണ്ണമായി അടയ്ക്കപ്പെടും. ഗദ്ദാർ തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലത്തെ സ്ഥിതിയിൽ അത് തുറന്ന് പ്രവർത്തിക്കാനും കഴിയില്ല. പിന്നെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു തുറമുഖമായിരുന്നു ഇറാൻ്റെ ഈ അബ്ബാസ് തുറമുഖം. ചരക്ക് നീക്കങ്ങൾക്കുൾപ്പെടെ ഇത് ഉപയോഗിക്കാമെന്ന് കരുതിയിടത്താണ് ഇപ്പോൾ അവിടെ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഏതായാലും വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് മാറുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയേണ്ടി വരും. അതിനിടയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യക്കൊപ്പം, അതായത് ഈ ഭീകരവാദത്തെ ചെറുക്കാൻ ഒറ്റക്കെട്ടായി പോരാടാമെന്ന് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഒരു പുതിയ പ്രസ്താവനയും വന്നു. കഴിഞ്ഞ ദിവസം അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്, ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഏതായാലും ഒരു സ്ഫോടനം നടന്നതിൻ്റെ പിന്നാലെ അതിലല്പം മയപ്പെട്ടിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചെറുക്കണമെന്നും അതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇറാൻ പറയുന്നു. ഒപ്പം തന്നെ ഇന്ന് ഇമ്രാൻഖാനെയും വിളിച്ച്, മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും ഇറാൻ അധികൃതർ വിളിച്ചിരിക്കുന്നു. ഇമ്രാൻഖാനോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്നിച്ച് പോരാടാം, ഭീകരരെ തുരത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.